നമസ്കാരം സുഹൃത്തുക്കളെ, അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമ കണ്ടതിനു ശേഷമുള്ള എന്റെ വ്യക്തിപരമായ അഭിപ്രായം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജിതിൻ ജാലിന്റെ സംവിധാനത്തിൽ വന്ന സിനിമ ഒരു ശരാശരി അനുഭവം മാത്രമാണ് എനിക്ക് നൽകിയത്. 3Dയിൽ ആണ് ഞാൻ കണ്ടത്. 2Dയിൽ കണ്ടാൽ മതിയായിരുന്നു എന്ന് തോന്നിയ പല സന്ദർഭങ്ങളും സിനിമയിലുടനീളം ഉണ്ടായിരുന്നു. പല കാലഘട്ടങ്ങൾ കാണിച്ചു പോകുന്ന സമയത്ത് ഓരോ കാലഘട്ടവും കോംപ്രമൈസ് ഇല്ലാതെ നമ്മളിലേക്ക് അവതരിപ്പിക്കാൻ ടെക്നീഷ്യൻസിന് സാധിച്ചിട്ടുണ്ട്. സിനിമയിലുടനീളം ദിബു നയൻ തോമസിന്റെ മ്യൂസിക് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ അരോചകമായി തോന്നി. അതായത് സീനിന് ഒത്തുപോകാത്തതുപോലെ. നമ്മൾ സൈലൻസ് പ്രതീക്ഷിക്കുന്ന സമയത്തും ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമ ആസ്വാദനത്തിന് ഒരു വിലങ്ങുതടി ആവുന്നുണ്ട്. ഒരു സ്കോർ പോലും ഒരു രീതിയിലും മനസ്സിൽ രജിസ്റ്റർ ആവുന്നില്ല. അതുപോലെ വെറുപ്പ് തോന്നിയ സീനായിരുന്നു ഇതിലെ പ്രണയരംഗങ്ങളെല്ലാം. അത് അജയനും ലക്ഷ്മിയും തമ്മിലുള്ള പ്രണയമായാലും മണിയനും മാണിക്യം തമ്മിലുള്ള പ്രണയമായാലും. ടൊവിനോയും സുരഭി ലക്ഷ്മിയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് സുരഭിക്ക് നല്ല പ്രായം തോന്നിക്കുന്നുണ്ട്. ടൊവിനോയുമായുള്ള കോമ്പിനേഷൻ സീനിന് പറ്റിയ കാസ്റ്റ് അല്ല സുരഭിയുടേത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കീർത്തി ഷെട്ടിയുടെ കഥാപാത്രം ഡബ് ചെയ്തിരിക്കുന്നതും കീർത്തിയുടെ മലയാളത്തിലുള്ള ലിപ്സിംഗും നന്നായിരുന്നു. ഹരീഷ് ഉത്തമന്റെ സുദേവൻ എന്ന കഥാപാത്രം ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാത്ത കഥാപാത്രമായിരുന്നു. ഫൈറ്റ് രംഗങ്ങൾ എല്ലാം തന്നെ ഒരു സുഖം തോന്നാത്തവയായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഓവറായ സ്ലോ മോഷനും. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവർ എല്ലാം തന്നെ അവർക്ക് കിട്ടിയ റോൾ അവരുടേതായിട്ടുള്ള രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ആ കഥാപാത്രത്തെ മനസ്സിൽ കയറ്റുവാൻ സിനിമയ്ക്കോ അഭിനയിച്ചിരിക്കുന്ന ആളുകൾക്കോ സാധിച്ചിട്ടില്ല. മൊത്തത്തിൽ ഒറ്റത്തവണ മാത്രം കാണാവുന്ന റിപ്പീറ്റ് വാച്ച് വാല്യൂ ഇല്ലാത്തൊരു സിനിമയായിട്ടാണ് അജയന്റെ രണ്ടാം മോഷം എനിക്ക് ഫീൽ ചെയ്തത്.